ഉച്ചക്കത്തേക്ക് ഇതുപോലെയാണ് നിങ്ങൾ തയ്യാറാക്കുന്നത് എങ്കിൽ ചോറിന് കുറച്ച് കൂടുതൽ അരി ഇടേണ്ടി വരും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് അതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള വരഞ്ഞെടുത്ത അയലയാണ് വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് കൊടുത്തിട്ട് അയലയുടെ എല്ലാ ഭാഗത്തും മസാല ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ബാക്കിയുള്ള മസാല നമുക്ക് ഒരു സൈഡിൽ മാറ്റി വെക്കാം. അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അരക്കപ്പ് ചെറിയുള്ളി കനം കുറച്ചറിഞ്ഞ് ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. ഒരല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കറിവേപ്പിലയും തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് വീണ്ടും വഴറ്റുക. തക്കാളി ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു മസാലയും ചേർത്ത് വഴറ്റി കൊടുക്കുക. മസാലയൊക്കെ ഒന്നങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ഇനി ഒരു ഗ്രേവി ഇതുപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അയല ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് കംപ്ലീറ്റ് ആവിയും പോയി കഴിഞ്ഞാൽ തുറക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അയല പെരട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഗ്രേവിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.